വാതിലിൽ മുട്ടി എന്നുള്ള സംഭവം ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര എന്റെ പൊന്നു മോളെ ഈ മുട്ടി എന്നുള്ളത് നമുക്ക് എത്ര തരം മുട്ടലുണ്ടെന്നറിയോ? എനിക്കറിയില്ല. വാതിൽ മുട്ടല് മാത്രല്ല, അതൊക്കെ മുട്ടലാണ്. എല്ലാരും ഇപ്പൊ അതാണ് ഫാഷൻ, വാതിൽ മുട്ടി. അനുബന്ധം വാതിൽ മുട്ടിയ അതെന്താന്നറിയോ? ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം സിനിമാക്കാർക്കാണല്ലോ ഇപ്പൊ ഈ പ്രശ്നം വന്നത്. അപ്പൊ ചേച്ചി സിനിമയിലുള്ള സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് സിനിമയിലുള്ള പ്രശ്നം വന്ന എന്തുകൊണ്ടാ അറിയപ്പെടുന്നതുകൊണ്ട് നമ്മളത് അറിയുന്നു. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ പല ജോലി സ്ഥലങ്ങളിലും മുട്ടലും തുറക്കലൊക്കെ ഇല്ലേ? ഈ സിനിമാക്കാർക്ക് മാത്രം ഇത്ര പ്രത്യേകത. മുട്ട് തുറക്ക്, ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ, മുട്ടിയാലും എന്ത് ചെയ്താലും കുറ്റിയിരിക്കും നമ്മുടെ അകത്താണ്, നമ്മുടെ കയ്യിലാണ്. ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയി മുട്ടി, ഞാൻ ആ പടത്തിൽ നിന്ന് അഭിനയിക്കാതെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിപ്പോൾ വെളിപ്പെടുത്തൂല. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അമ്മയിലൊരു മെമ്പറായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകളല്ല അത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വെറുതെ പണ്ട് നടന്നൊരു സംഭവം, അത് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അത് വീണ്ടും പറഞ്ഞ് അവരൊരു ഫാമിലി, എനിക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ ഇനി മുന്നോട്ടുള്ള തലമുറയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ബോൾഡായിട്ട് പറയണത്. മുട്ടിയാൽ തുറന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളെ ഫോഴ്സ് ചെയ്ത് ഇത് ചെയ്താലേ ഈ പടം കിട്ടൂ എന്ന് പറഞ്ഞാൽ പടത്തിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്യരുത്.